ഇവിടെ കുട്ടികൾക്ക് കഴിഞ്ഞ ആഴ്ച സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ മോൻ 6 ദിവസത്തെ ക്യാമ്പിങ്ങിന് വേണ്ടി പോയിരിക്കുകയാണ്. ഈ സിറ്റിയിലെ സെൻറ്റ് മഗ്ഡലീന കാത്തലിക് ചർച്ചാണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. എല്ലാ വർഷവും സമ്മർ വെക്കേഷൻ്റെ ഫസ്റ്റ് വീക്ക് ഇവർ ഈ ക്യാമ്പ് ഓർഗനൈസ് ചെയ്യാറുണ്ട്. പോകാൻ ആഗ്രഹമുള്ള കുട്ടികൾ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കണം. എൻ്റെ മോൻ ഇപ്പം 2 വർഷമായിട്ട് ഈ ക്യാമ്പിന് പോകുന്നുണ്ട്. അവൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് കൂടെ. ഇന്ന് ആ ക്യാമ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങൾ ഞങ്ങളുടെ മോനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞങ്ങളിപ്പോൾ ഉണ്ടറിംബാഹ് എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് കുറച്ചും കൂടി ഉള്ളിലോട്ട് പോയി ആൾതാമസം ഒന്നും ഇല്ലാത്ത ഒരു കാട്ടു പ്രദേശത്താണ് ഇവരുടെ ക്യാമ്പിംഗ്. ഇവിടം വരെ എത്താനുള്ള നാവിഗേഷൻ അവർ തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി കുറച്ചും കൂടെ പോകണം ഇവർ താമസിക്കുന്നിടത്ത് ചെല്ലാൻ വേണ്ടി. അതിനുവേണ്ടി അവർ സിറ്റി തൊട്ട് ഡയറക്ഷൻ ബോർഡ്സ് വെച്ചിട്ടുണ്ട്. വേണ്ടേ, ഇവിടെ 2 ഓർഗനൈസേഴ്സ് നിപ്പുണ്ട് നമ്മളെ വഴി കാണിക്കാൻ വേണ്ടി. എന്നാൽ ഇനി ഇവിടെ നിർത്തി ഇവരോട് ചോദിക്കാം. അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു എങ്ങോട്ടാ പോകേണ്ടതെന്നും എവിടെയൊക്കെ പാർക്കിംഗ് ഉണ്ടെന്നും. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കാറൊക്കെ പാർക്ക് ചെയ്തു. ഇനി കുറച്ച് നടക്കാനുണ്ട്. ഈ ക്യാമ്പിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് മൊബൈൽ ഫോൺസോ ഗാഡ്ജറ്റ്സോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുമാത്രമല്ല, ഇവർക്ക് നമ്മൾ വീട്ടുകാരുമായിട്ട് ഈ 6 ദിവസം ഒരു കോണ്ടാക്റ്റും കാണത്തില്ല. അതുപോലെ തന്നെ നമുക്ക് അവരുടെ സുഖവിവരം അന്വേഷിക്കാൻ ഒരു കോണ്ടാക്റ്റ് നമ്പർ പോലും ഇവർ തരില്ല. നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരിങ്ങോട്ട് വിളിക്കും. അതുമാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കുട്ടികൾക്കും ഇതിൻ്റെ വോളണ്ടിയേഴ്സിനും ഈ 6 ദിവസവും പുറം ലോകവുമായി ഒരു ബന്ധവും കാണില്ല. ഇതൊക്കെ ടെമ്പററി ടോയ്ലറ്റ്സ് ആണ്. കണ്ടോ, പിള്ളേർക്കൊക്കെ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ പോകാനുള്ള ടോയ്ലറ്റ്സ് ആണ്. ഇവിടെ ആയിരുന്നു ഇവരുടെ ടെൻസൊക്കെ. അതെല്ലാം അഴിച്ചുകൊണ്ട് പോയി. ഇവിടെ ഇവർ കിടന്നതൊക്കെ രാത്രിയിൽ. ഇതേ എൻ്റെ മോൻ്റെ പടം. ഇവിടെ ചെറിയൊരു പാർട്ടിയുണ്ട്. ഇവിടെ വിളിക്കാൻ വരുന്ന പേരൻസൊക്കെ എന്തെങ്കിലും ഫിംഗർ ഫുഡ്സും എന്തെങ്കിലും കേക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഒരു ചെറിയ ഗെറ്റ് ടുഗദർ. ഇവിടെ എല്ലാം പിള്ളേരുടെ സാധനങ്ങളെല്ലാം കൂട്ടി വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ഇനി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണോ? ഇതല്ലേ അമ്മു എടുത്തോ. അമ്മുവിന് അത് എടുക്കാനുള്ള ശേഷി കൂടിയില്ല. അപ്പോൾ എല്ലാ സാധനങ്ങളും കിട്ടി. 130ഓളം പിള്ളേരുണ്ടായിരുന്നെന്ന്. 130 കിഡ്സ് ഉണ്ടായിരുന്നെന്ന്. ഓ, ഫോൺ കൊണ്ടുവന്നു മോനെ. ഞാൻ പറഞ്ഞു അച്ചൂസിന് ഒരാഴ്ച എങ്ങനെ ഫോണില്ലാതെ അച്ചൂസ് ഒരാഴ്ച കഴിഞ്ഞു. പ്രയാസമായിരുന്നോടാ ഫോണില്ലാതെ, നിൻ്റെ ടിക്ടോക്കൊക്കെ കാണാതെ? വലിയ പാടായിരുന്നു. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തൊക്കെയായിരുന്നു ഫുഡ്? സൂപ്പ്. ഓ, ബർഗറൊക്കെ ഉണ്ടായിരുന്നോ? അപ്പം അത്ര മോശമല്ലായിരുന്നു. ബർഗറിനകത്ത് വെക്കാനുള്ള മീറ്റൊക്കെ ഇവിടുന്ന് തന്നെ പിടിച്ചിട്ടുണ്ടാക്കുമായിരുന്നു. ഒരാള് അയ്യോ ഇത് പൊക്കിക്കൊണ്ട് ഞാൻ പിടിക്കണ അച്ഛാ. ഓ, പക്ഷെ പപ്പ ഇത് തോളത്തല്ലേ, അത് കുഴപ്പമില്ലല്ലോ. പപ്പ കണ്ട് കയ്യേലിങ്ങനെ പിടിച്ചേക്കുന്നു. കഴിഞ്ഞ വർഷം സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് കുറേ ജീവികളൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ പ്രാണികളൊക്കെ. സന്തോഷമായ മോനെ ഫോൺ കിട്ടിയപ്പോൾ? സന്തോഷമായി. എന്നാൽ കയറിക്കാട്ടെ. അങ്ങനെ ഞങ്ങൾ മോനെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. ഒരാഴ്ചത്തെ ഭയങ്കര ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആദ്യമേ പോയി കുളിച്ചോളാൻ. അങ്ങനെ അവൻ കുളിക്കാൻ വേണ്ടി പോയി. ഞാൻ അവൻ്റെ തുണികളെല്ലാം ഈ ബാഗോടെ തന്നെ പുറകിൽ കൂടെ വീടിനകത്ത് കയറ്റാതെ ഗാർഡനിൽ കൂടെ കൊണ്ടുവന്ന് ഈ പുറകിൽ തന്നെ ഇട്ടു. അത് മിക്കവാറും എല്ലാം കഴുകേണ്ട വരും. അങ്ങനെ എല്ലാം 2 ബാഗുകളിൽ നിന്നൊക്കെ പുറത്താക്കി എല്ലാം സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് മൊത്തം കഴുകണം. ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതും ഒരു ഇളുമ്പ് നാറ്റവും ഒക്കെ ഉണ്ട് എല്ലാത്തിനും. പക്ഷേ ഇതൊന്നും കഴുകണ്ട. ഇതൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കിയാൽ മാത്രം മതി. ഈ മാറ്റും സ്ലീപ്പിംഗ് ബാഗ് അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴുകണ്ട.
ബാക്കി ഈ ബാഗുകളും ഈ തുണികളും എല്ലാം കഴുകണം. അപ്പോൾ ശരി, ഇനി എൻ്റെ പണികൾ തുടങ്ങട്ടെ, കഴുകലും ഉണക്കലും ഒക്കെ ആയിട്ട്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.